കുഞ്ഞു 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 കൂടി എനിക്ക് മേടിച്ചോ എനിക്ക് മേടിച്ചോ അച്ചാച്ച അച്ചാച്ച എന്നെ വിളിക്കണേ അച്ചാച്ച എനിക്ക് അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു കുഞ്ഞ് അനുഗ്രഹിച്ചടാ നിന്നെ അനുഗ്രഹിച്ചടാ എന്താ അപ്പൂപ്പ വിളിച്ചെന്നു ഉപ്പ വിളിച്ചെന്നു കുഞ്ഞോയെ ഞാനിവിടെ കേട്ടു വേണ്ട എന്നാ കേട്ടോ ഇപ്പൊ തരാം പിന്നത്തെ കാണുന്നില്ല ഇത് വരിക്കച്ചൊക്കെയാണോ കുഴിച്ചൊക്കെയാണോ വരിക്കച്ചക്കയാ ചക്ക മൊത്തം തിന്നെ ചോദിക്കും ചക്ക വരികയാന്ന്. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നതേ ഉള്ളൂ, താമസിച്ചു കേട്ടോ. പിന്നെ ജാലിക്കുട്ടിയുടെ കയറി അവിടെ ഇരുന്ന് ചക്ക പഴുത്തതൊക്കെ കിട്ടിയിരുന്നു. അപ്പൊ പഴുത്തയൊക്കെ കിട്ടി, അതൊക്കെ കഴിച്ചോണ്ടിരുന്ന് താമസിച്ച് വന്നപ്പോഴത്തേക്ക് കേട്ടോ. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് വാങ്ങിച്ചു. പിന്നെ നാളെ നമ്മൾ പള്ളിയിൽ പോകണമെന്ന് ഉദ്ദേശിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ ഒരു പാക്കറ്റ് നൂഡിൽസ് മേടിച്ചു. പിന്നെ അഥവാ പോയിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ വിശന്ന് വട്ടുപിടി ഒന്നും ഉണ്ടാക്കി വെക്കാനൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചതാകുമ്പം വന്നെളുപ്പം ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി ഞാൻ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചാട്ടോ. പള്ളിയിൽ പോകണ്ടേ നാളെ? പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള 2 പേരെ കണ്ടു, സംസാരിച്ചു. വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ വേറെ എന്തോ വിശേഷം? ഇന്ന് അടുക്കളയിലെ പണികള്, ചോറ് ഇരിപ്പുണ്ട്. പിന്നെ രാവിലെ അപ്പവും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇരിപ്പുണ്ട്, അപ്പം ഇരിപ്പുണ്ട്. അവർക്ക് രാത്രിയിലത്തേക്ക് അത് മതി. എനിക്ക് ചോറുണ്ട്, പിന്നെ മീൻ വറക്കാൻ ഇരിപ്പുണ്ട്. അതൊക്കെ കൊണ്ട് നമുക്ക് ഇന്നങ്ങ് ഓടിക്കാം. നമുക്ക് ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. കൊണ്ടൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഞാന് പോയി കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം. എന്റെ പ്രിയങ്ങള് സാരിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒത്തിരി സന്തോഷം. സാരി ഉടുക്കുമ്പോ എനിക്ക് ഒത്തിരി തടിയില്ലെന്നല്ല, തടിയുണ്ട്. എന്തുവാ, സാരി ഉടുക്കുമ്പോ കുറച്ചുകൂടെ വണ്ണം തോന്നിക്കും. അതുകൊണ്ടാണ് ഇവർക്കാർക്കും ഇഷ്ടമല്ലാത്തത്. അങ്ങനെയാണ്, സമ്മതിക്കത്തേ ഇല്ല. അവരോട് എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ സാരി എടുത്തോണ്ട് പോയാൽ അവന്റെ മുഖം ഒന്ന് വീർക്കും. അവന് ഇഷ്ടമല്ല ഞാൻ സാരി എടുത്തോണ്ട് ചെല്ലുന്നേ. പിന്നെ മോനുകൂട്ടന് ഇഷ്ടമാണ്, മുത്തിനും അത്ര ഇഷ്ടമല്ല. അമ്മയ്ക്ക് ഭയങ്കര വണ്ണം തോന്നും, അമ്മയെ ചുരിദാർ ഇട്ടാ മതി എന്ന് അവൻ പറയും. ഓടി വണ്ണം കുറയ്ക്കാൻ പോവാ അമ്മ ഇപ്പം. അമ്മയ്ക്ക് നടക്കാൻ മതി, അപ്പഴേ ഇനി ഓടുന്നേ. പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കുന്നു കേട്ടോ. അപ്പൊ
പോയി കുളിച്ചിട്ടൊക്കെ വരാം. ഇന്ന് കുറേ തുണികൾ കഴുകിയിട്ടിട്ടാ പോയത്. അതുകൊണ്ട് ഉണങ്ങിയ തുണികളെല്ലാം നമ്മൾ ഭാരം താങ്ങുന്ന കസേരയിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് മടക്കിയൊക്കെ എടുത്ത് വെക്കണം. ഇന്ന് അതാണ് പ്രധാന പണി. അപ്പൊ നമ്മൾ അത്താഴമൊക്കെ കഴിച്ചിട്ട് തുണി മടക്കാൻ അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചപ്പോ ഞാൻ കുളിച്ചിട്ട് ഇപ്പൊ വരാം. ഫോണിന്റെ ചാർജ് തീരുന്നുണ്ട്, കൊണ്ട് കുത്തിയിട്ട് ചാർജ് ചെയ്യട്ടെ. പറഞ്ഞായിരുന്നോ ഞാന് ഇടയ്ക്ക് വയറുവേദനയായിരുന്നു. അന്നേരം ഞാൻ വിചാരിച്ചു ഗ്യാസ് അങ്ങനെ പ്രശ്നമൊന്നും ഉള്ളതല്ല, ഗ്യാസ് ട്രബിൾ ഒന്നും ഉള്ളതല്ല. അപ്പൊ പിന്നെ ഗ്യാസിന്റെ ഗുളിക കൊടുത്തിട്ടൊന്നും കുറഞ്ഞില്ലായിരുന്നു. അപ്പൊ ഞാൻ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ അന്നേരം ചെന്നപ്പോഴേ ഡോക്ടർ നോക്കിയിട്ട് കിടത്തിയൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു ചോറ് തിളപ്പിക്കാൻ അങ്ങോട്ട് വെച്ചു. പിന്നെ അപ്പം ഒന്ന് ചൂടാക്കണം. അതിന് നമ്മൾ ആവിയിൽ അങ്ങോട്ട് ആവി കയറുമ്പോൾ നല്ല സോഫ്റ്റ് ആവും, നല്ല ചൂടാവും. പിന്നെ നമ്മുടെ സൗമ്യക്കുട്ടിയെ ഓർമ്മയില്ല എല്ലാവർക്കും? സൗമ്യക്കുട്ടി ഇപ്പൊ കൊറേ മോനുകുട്ടന്റെ ജീവന്റെ ജീവനാണ് സൗമ്യാന്റെ. അപ്പം കൊറേ ദിവസമായി നമ്മള് കണ്ട് സംസാരിച്ചിട്ടൊക്കെ. അപ്പൊ സൗമ്യക്കുട്ടി വിളിച്ചു, എല്ലാരും കൂടെ സംസാരിച്ചപ്പോ കുറച്ചു നേരം അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു. ഇത്ര അപ്പം ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് കേട്ടോ. മോനുകുട്ടൻ ഇവിടെ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഇതിപ്പോ അവർ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് തീർന്നേനെ. മോനുകുട്ടന് രാവിലെ ജാനിക്കുട്ടിയുടെ അടുക്ക പോയി. അപ്പൊ ഞാൻ കുറച്ച് കൊടുത്തു വിട്ടു, കുറച്ചുകൂടെ കൊടുത്തു വിടേണ്ടതായിരുന്നു. മുത്ത് കഴിക്കുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു, പക്ഷെ കഴിച്ചില്ല. കുറച്ചങ്ങണ്ടേ കഴിച്ചു. എനിക്ക് വേണ്ട കേട്ടോ. മോനുകുട്ടനെ ചോറ് മതി എന്ന് പറഞ്ഞു. ഇത്രയും കഴിക്കത്തില്ല. ഞാൻ നമ്മുടെ രണ്ടുപേരും കൂടെ ബഹളമായിരുന്നു. എന്നിട്ട് കുക്കുവിനെ ഇട്ട് വാലപ്പിച്ച് കുക്കുവിനെ ഇട്ട് ഓടിച്ച് രണ്ടുപേർ. എന്നിട്ട് രണ്ടുപേർക്കും കിട്ടി കേട്ടോ, ഓരോന്ന് കിട്ടിയിട്ടുണ്ട്. എടുത്തില്ലെന്നൊക്കെ പറയുന്നു. കുഞ്ഞടിയായിരുന്നു. ഞാൻ പറഞ്ഞോളാം, കൊടുക്കുമ്പോ നല്ല അടി കൊടുത്തോളാം. നമ്മുടെ ദോശ ഉണ്ടാക്കുന്നതിന്റെ കുഞ്ഞിനപ്പത്തിന്റെയും വീഡിയോയുടെ ഒക്കെ താഴെ എല്ലാവരും റെസിപ്പി ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറയാണ്. അതൊക്കെ ഞാൻ റെസിപ്പി ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ, ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് കണ്ടവർ വീണ്ടും വീണ്ടും ഇത് ഞാൻ ഇങ്ങനെ ഇട്ടാല് അവർക്ക് മുഷിപ്പിലുണ്ടാവുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇടാത്തത്. പിന്നെ ഒരാള് മാവ് അരച്ച് ഫ്രിഡ്ജിൽ വെക്കും. മാവ് അരച്ച് ഫ്രിഡ്ജിൽ വെക്കത്തില്ല. മാവ് ഞാൻ അരച്ച് രാത്രിയിൽ നമ്മള് അത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വെളിയിൽ തന്നെ വെക്കും. രാവിലെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കി മാവ് ഉണ്ടായിരിക്കില്ല, അതെടുത്ത് ഞാൻ ഫ്രിഡ്ജിലാക്കി വെക്കും കേട്ടോ. അന്നത്തെ ആ ഷോർട്ട് വീഡിയോയ്ക്കകത്ത് അതുകൊണ്ടാണ് ഫ്രിഡ്ജിലിരുന്ന മാവ് നിങ്ങൾ കണ്ടത്. അല്ലാതെ നമ്മൾ അരയ്ക്കുന്ന പകുതി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാറില്ല കേട്ടോ. അങ്ങനെ വെച്ചാൽ പുളിച്ചു പൊങ്ങത്തില്ലല്ലോ. അതുകൊണ്ട് ഞാനത് നമുക്ക് അധികം വരുന്ന മാവാണ്. പിറ്റേന്ന് ഇന്ന് ദോശയാണ്, നാളെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കും. അങ്ങനെ ആണ് അത് ഫ്രിഡ്ജിൽ വെക്കുന്നത് കേട്ടോ. പിന്നെ വേറെന്താണ്, മുത്തിന്റെ മോനുകുട്ടന്റെയും വീഡിയോയ്ക്ക് താഴെ ഒത്തിരി പേര് മുത്തിന്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. നേരത്തെയൊക്കെ മുത്തിന് ഇത്രയും നാണമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അങ്ങ് നിൽക്കുമായിരുന്നു. ഇപ്പൊ പക്ഷെ ഒട്ടും നിക്കത്തില്ല. നമുക്കതൊക്കെ മാറ്റിയെടുക്കാൻ നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പ്രൈവസി ഉണ്ട്. നമ്മളത് മിസ്യൂസ് ചെയ്യുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ നിർബന്ധിക്കാറില്ല കേട്ടോ. ആരെയും ഒന്നിനെ നിർബന്ധിക്കുന്നില്ല. ഇപ്പൊ ഒരു വീഡിയോയ്ക്കകത്ത് വന്നാൽ ഇഷ്ടമല്ലാത്തവരോട് അങ്ങനെ വീഡിയോയ്ക്കകത്ത് വരുത്തില്ല, അത്രേ ഉള്ളൂ. നിർബന്ധിച്ച് ആരെയും വീഡിയോയിലോട്ട് നമ്മൾ കൊണ്ടുവരത്തില്ല. ആരെങ്കിലും എന്നെ വീഡിയോയിൽ കാണിക്കണ്ട എന്ന് പറഞ്ഞാൽ ആ ഭാഗം ഞാൻ കട്ട് ചെയ്യും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ എനക്കും ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല, അത് അവരുടെ പ്രൈവസിയാണ്. അതിന് മക്കളുടെ കാര്യത്തിലായാലും അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അമ്മയെ ഉൾപ്പെടുന്ന ഒരുപാട് വീഡിയോസ് കാണിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ല, അമ്മയ്ക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത സമയമായിരിക്കും. അപ്പൊ ആ സമയത്ത് ഞാൻ വീഡിയോയിലൊന്നും കാണിക്കുന്നത് അമ്മ എന്നെ ചീത്ത പറയും. അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്ത്, അതിന് താല്പര്യമുള്ള സമയത്ത് വീഡിയോയിലൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. രാവിലത്തെ കറി ഞാൻ അന്നേരമേ എടുത്ത് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ച്, എനിക്ക് ആരെങ്കിലും ഇവിടെ അധികം വരുമല്ലോ, അതുകൊണ്ട് ഞാനത് എടുത്തങ്ങ് വെച്ചായിരുന്നു. അതെടുത്തൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടോ കേട്ടോ. പിന്നെ നമ്മുടെ മീൻ അങ്ങ് വറക്കുവാ ഞാന്. ഇനി അത് വെച്ചേക്കണ്ട എന്ന് ഓർത്തു. ജനലൊന്ന് തുറന്നിടട്ടെ. രണ്ട് കഷ്ണം കൂടെ നമുക്കങ്ങ് വറക്കാം.
ചൂടായി, അടിപൊളിയായി. ചൂടായി, റെഡിയായി. ഒക്കെ പാത്രത്തിലോട്ട് അങ്ങ് മാറ്റാം, ചൂടാക്കിയത് കേട്ടോ. കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച ഈ സമയത്ത് നമ്മൾ സൂചിപ്പിച്ചെടുക്കലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അല്ല, ചെന്ന് കയറിയ സമയം കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഞായറാഴ്ച ഇവിടെ ഇല്ലാഞ്ഞത് കൊണ്ട് പള്ളിയിൽ പോകാൻ പറ്റിയില്ല. ഇത്തവണ ഈ ഞായറാഴ്ച പോകണം. പിന്നെ എന്താണ്, കുർബാന സ്വീകരിച്ചിട്ടൊക്കെ ഒത്തിരി നാളായി. അതൊന്ന് കുർബാന സ്വീകരിക്കാൻ നേരത്തെ പോകണം. പള്ളിയിൽ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് ചെന്നാലേ അത് നമുക്ക് കുർബാന പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് മുമ്പേ പോകണമെന്നൊക്കെ വിചാരിച്ചിരിക്കുവാണ്. രാവിലത്തെ അവസ്ഥ എങ്ങനെയാണ്, ശാരീരികമായിട്ടുള്ള എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഇപ്പൊ വലിയ കുഴപ്പമില്ലാതെ കിടന്നു കഴിയുമ്പോഴാണ് ഈ പകരത്തെ ഈ ഓട്ടവും ചാട്ടവും മുഴുവൻ വേദനകളും രാത്രിയാണ് അനുഭവിക്കുന്നത്. ഇന്ന് കുഞ്ഞു പേടിയായിരുന്നു കേട്ടോ. എനിക്കൊരു അലർജിയുടെ ഒരു തുമ്മലും നീണ്ടു മറത്തയും കൂടെ ആയപ്പം അങ്ങ് കൂടി. അപ്പം ചോറുണ്ണ അവരെ വിളിക്കും. ചോറ്, പിന്നെ അപ്പം ചൂടാക്കി, പിന്നെ എൻ്റെ ഗ്രീൻ പീസ് കറിയുണ്ട്, മീൻ വറുത്തതുണ്ട്. ഇതൊക്കെ ഉള്ളു കേട്ടോ. ആ കഴിക്കാൻ ബാ. കിടന്നോ മോനുകുട്ടൻ? എന്നെ അയ്യോ, നാളെ സൂപ്പർ നൂഡിൽസ് ഉണ്ടാക്കി തരാമേ. ഫുൾ പാക്ക് എടുക്കണേ. എല്ലാം അവിടെ ഇരിപ്പുണ്ട്, അതൊക്കെ കൂട്ടി കഴിക്കുക. പാല് കഷ്ണം വറുത്ത് വയ്ക്കുന്ന മോനുകുട്ടിനടുത്ത് കഴിക്കുക. അതിന് മുള്ളൊന്നുമില്ല അതിനകത്ത്. ഇല്ല, അടത്തി തരാം. എടുത്തു തരാം. അപ്പം മതിയോ? ചൂടാ. മോനുകുട്ടന് ചോറ് മതി എന്നൊക്കെ പറഞ്ഞു. അച്ചാച്ചൻ എടുത്തപ്പം മോനുകുട്ടനും അത് വേണം. അത് മാത്രമല്ല, അമ്മേ ഇത് മാറ്റിയത് മറ്റേത് വെള്ള സാധനം. മോനുകുട്ടനും അപ്പം മതി. അച്ചാച്ചൻ കഴിക്കുന്ന കണ്ടപ്പോൾ അത് മതി. അത് മാത്രമല്ല, കറികളൊന്നും ഇല്ല, അതാണ് കുഴപ്പം. കുഞ്ഞോളിപ്പോ എലിയുടെ പൊടിയാണ് കേട്ടോ. ഞാൻ ഇച്ചിരി ചോറെടുക്കട്ടെ. വരാം. അമ്മയ്ക്ക് ചോറ് മതി. മീൻ വേണം, അമ്മ എടുത്തോണ്ട് വരാം. മോൻ അടത്തി തരാം. അമ്മേ ഇച്ചിരി ഗ്രീൻ പീസ് കറി ഒഴിക്കട്ടെ. മോനുകുട്ടനും കൂടെ മീൻ വറുത്തത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കൂടുള്ള മീനാട്ടോ. ഇനി ഞാൻ മോരുകറി ഇരിപ്പുണ്ട്. മോരുകറി എനിക്ക് വേണ്ട. ഇനി ഇച്ചിരി അച്ചാർ എടുത്തോട്ടെ. ഇത് നമ്മുടെ അമ്പഴങ്ങ അച്ചാറാട്ടോ. ഒരു കുഴപ്പവും ഇല്ല കണ്ടോ. ഇത് കേടാവോ പൂക്കുവോ ഒന്നും ചെയ്തിട്ടില്ല. ഇടയ്ക്ക് നമുക്ക് കടുമാങ്ങയും ചമ്മന്തിപ്പൊടിയൊക്കെ ഇടയ്ക്ക് വന്നപ്പോഴത്തേക്ക് അമ്പഴങ്ങ മാറ്റി വെച്ചതാട്ടോ. ഇന്ന് നമ്മൾ ഒന്നുമില്ലാത്തത് കൊണ്ട് നമ്മൾ അതൊക്കെ തപ്പിയെടുത്തു. അപ്പോൾ ഇന്നത്തെ അത്താഴം ഇതാണ്. അധികം കറികളൊന്നുമില്ലാത്ത കുഞ്ഞത്താഴം. അപ്പോൾ പതിവ് പോലെ എൻ്റെ പ്രിയങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ സ്നേഹത്തിന് സന്തോഷം അറിയിക്കുന്നു. നമുക്കിനി നാളെ കാണാം കേട്ടോ. ഓക്കേ.
ടാറ്റാ, ബൈ, സി യു. ചക്കരയുമ്മ. എന്തുവാ കഴിക്ക്. വരൂ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.